യെസ്, അങ്ങനെ നമ്മൾ പഴയ ട്രാക്കിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അതായത് മിഗാൽ സ്റ്റാറുടെ ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച്, ആ ഒരു ടൈപ്പ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഗെയിമിലും കാണാൻ സാധിച്ചത്. തോമസ് ജോർജാണ് അല്ലെങ്കിൽ പുരുഷോത്തമനാണ് ഈ ഒരു ടീമിനെ നയിക്കുന്നതെന്ന് തോന്നിയില്ല. എന്തായാലും നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ഓസ്കാർ ബ്രൂസോൺ, അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ച് മത്സരശേഷം പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ലൂണ ഹിമിനസ് നോവ സദുവെ ഇവരുടെ ആ ഒരു ട്രയോ തടയുക എന്നുള്ളതായിരുന്നു മെയിൻ ലക്ഷ്യം. അതിന് ഞങ്ങൾക്ക് മാക്സിമം സാധിച്ചു. ജീക്സൺ ആയാലും സൗവിക്കാണേലും ആ ഒരു ഫുൾ ബാക്കായിട്ട് കളിച്ചവരെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തടഞ്ഞിടാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത് കാരണത്താലാണ് ഞങ്ങൾക്ക് ഈ ഒരു മാച്ചിൽ ഈ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അടുപ്പിച്ചൊരു 3 കളികളോടൊക്കെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, പ്ലേ ഓഫ് ചാൻസ് സ്റ്റിൽ എലൈവ് ആണെന്നൊക്കെയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ച് പറയുന്നത്. എന്തായാലും നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒരു മസ്റ്റ് വിൻ മാച്ചായിരുന്നു, അത് വിജയിക്കാൻ സാധിച്ചില്ല. വല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയാം. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.